ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ സംഖ്യയാക്കുന്ന കാലമാണിത്. അതുപോലെ തന്നെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീ വിരോധിയാക്കുന്ന കാലമൊക്കെയാണിത്. പക്ഷേ എന്നാലും പറയാതെ വയ്യ. വളരെയധികം കാലം കൊച്ചുനാളിലും ഒക്കെ ബസ്സിൽ മാത്രം യാത്ര ചെയ്ത് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോയി പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ള മിക്കവരും, അല്ലേ? നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള മിക്കവരും അങ്ങനെയാണ്. നമ്മളെ അനാവശ്യമായി ഒരാൾ സ്പർശിക്കുന്നു എന്നറിഞ്ഞാൽ, പ്രത്യേകിച്ചും പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ സ്പർശിക്കുന്നു എന്നറിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പെട്ടെന്ന് ഞെട്ടി മാറിയിട്ട് ഒന്നിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ രൂക്ഷമായിട്ടൊന്ന് നോക്കും, അല്ലെങ്കിൽ ഒന്ന് തള്ളി മാറ്റുമോ, നമ്മൾ എന്തെങ്കിലും നമ്മളൊക്കെ ഏതൊക്കെ രീതിയിലാണോ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കും, അല്ലേ? പെട്ടെന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോട് മാറി നിന്നിട്ട് കൂട്ടുകാരോട് പറയും, അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിച്ചവനെ ഓടിക്കും, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ മിക്ക സ്ത്രീകളും അല്ല പെൺകുട്ടികളും അലേർട്ടാണ്. ആരെങ്കിലും നമ്മളെ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അലേർട്ടായിട്ടാണ്. ഇപ്പോൾ ഒരാളുടെ അടുത്ത് വന്നിരുന്നാലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ടേ നമ്മൾ അവരുടെ അടുത്തിരിക്കുള്ളൂ. പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പുരുഷന്മാരുടെ അടുത്ത് സീറ്റില്ലെങ്കിൽ പോയിരിക്കും. എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഏതൊരു സീറ്റ് കിട്ടിയാലും ഞാൻ പോയിരിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർ ചിലർ പ്രായമുള്ളവരോ ഇല്ലാത്തവരോ ഒക്കെ ചിലപ്പം, പക്ഷേ എന്നാലും അവരങ്ങനെ ധൈര്യപ്പെടാറില്ല. പക്ഷേ ഇപ്പം ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ഇപ്പം നമ്മളൊരു കോമൺ സീറ്റിലായിരിക്കുന്നതെങ്കിൽ പുരുഷന്മാർ വന്നിരുന്ന അവരോട് എഴുന്നേറ്റ് പോകാനൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം വൈറലാവാൻ വേണ്ടി കാണിച്ച ഒരു പെൺകുട്ടി കാണിച്ചൊരു തെണ്ടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് തന്നെ നമുക്ക് മാന്യമായിട്ടൊന്നും പറയാം. കുറേ നേരം ഞാനും ആ വീഡിയോ എടുത്ത് കണ്ടു. കുറേ നേരം ഈ കുട്ടി വീഡിയോ പിടിക്കുന്നുണ്ട്. ഒരാൾ നമ്മളെ അനാവശ്യമായി ടച്ച് ചെയ്യുന്നു പറഞ്ഞാൽ ഉടനെ അതെടുത്ത് വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോഴത്തെ സംസ്കാരം. എന്നിട്ടത് വൈറലാക്കുക. അതായത് 5.5 മില്യൺ ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 1 മിനിറ്റിന്. പക്ഷേ ആ 1 മിനിറ്റ് കാണിക്കുന്നതിനകത്തൊന്നും ഈ കുട്ടിയോട് മര്യാദയില്ലാതെ പെരുമാറുന്നതോ, അയാൾ സത്യം പറഞ്ഞാൽ ഈ സംഭവം ഒന്നും അറിയുന്ന പോലുമില്ല. അയാൾ എന്തൊക്കെയോ നോക്കി അയാളൊരു ഇങ്ങനെ ഇരിക്കുന്നതാണ്. അയാൾ അനാവശ്യമായിട്ട് അയാളൊന്നും ടച്ച് ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നതേ നമ്മൾ കാണാനേ സാധിക്കുന്നില്ല. പിന്നെ വലിയൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം പറയുകയാണ്. പെൺകുട്ടികൾക്കല്ല ആൺകുട്ടികൾക്കാണ് സത്യം പറഞ്ഞാൽ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ആൺപിള്ളേരെ ഇവിടുമാർ അങ്ങോട്ട് ചെന്ന് ഇടിച്ചാലും അവിടെമാർ ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലും, പണ്ട് എന്നെ പറയില്ലേ, എന്നെ മുള്ള് ഇല വന്ന് വീണാലും ഇല മുള്ളേ വന്ന് വീണാലും ഇലയ്ക്കാകേടെന്ന് മതി. ഇപ്പം അങ്ങനെയല്ല, മുള്ളിനാകേട്, മുള്ളൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. അതാണ് പ്രശ്നം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമേ എന്തൊരു മോശം പ്രവർത്തികളാണ്. റീച്ച് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ വൃത്തികെട്ട രീതിയാണ് ആ കുട്ടിക്ക്. പക്ഷേ ഒരാൾ പോലും ആ കമൻറ്റ് നമ്മൾ നോക്കി സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് ഒരു പുള്ളിക്കാരി വെറുതെ ആവശ്യമില്ലാതെ എടുത്ത ഒരു വീഡിയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയുക. ചീത്ത വിളിക്കേണ്ടവർക്ക് വയ്ക്കുക. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബൈ.